കേരളം ഇന്നുണർന്നത് ആ ഭീകരമായ വാർത്ത കേട്ടാണ്. സംസ്ഥാനത്തെ ഒരു പമ്പിലും പെട്രോളില്ല, ഡീസലില്ല. വരാനിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിശബ്ദമായ 365 ദിവസങ്ങളാണ്. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലൊടിയുമോ, അതോ നാം പുതിയൊരു അതിജീവന വഴി കണ്ടെത്തുമോ? ഇന്ധനമില്ലാത്ത കേരളത്തിന്റെ 365 ദിവസത്തെ ആ കഥ ഇവിടെ തുടങ്ങുന്നു. സംസ്ഥാനത്തെ പമ്പുകളിൽ നോ സ്റ്റോക്ക് എന്ന ബോർഡുകൾ ഉയർന്നതോടെ മലയാളി ഞെട്ടിപ്പോയി. ഒരു തുള്ളി ഇന്ധനം പോലും ഇല്ലാത്ത അവസ്ഥ. പെട്ടെന്ന് തന്നെ റോഡുകൾ നിശ്ചലമായി. തിരക്കേറിയ ജംഗ്ഷനുകൾ വിജനമായി മാറി. KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഡിപ്പോകളിൽ കട്ടപ്പുറത്തായതോടെ കേരളത്തിന്റെ ചലനം പാതി വഴിയിൽ നിലച്ചു. വഴിയിൽ കുടുങ്ങിയ രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസുകൾക്ക് പോലും ഇന്ധനമില്ലാതെ വന്നത് വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയുണ്ടാക്കി. സർക്കാർ ഉടൻ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. ഓഫീസുകൾ മുഴുവൻ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറി. ഇതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് കുതിച്ചുയർന്നു. ഒരു പഴയ ഇലക്ട്രിക് സ്കൂട്ടറിന് പോലും വിപണിയിൽ ലക്ഷങ്ങൾ വിലയായി. വീടിന്റെ മൂലയിൽ പൊടി പിടിച്ചു കിടന്ന പഴയ സൈക്കിളുകൾ എല്ലാവരും പുറത്തെടുത്തു. വിദേശത്തു നിന്ന് വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയ പ്രവാസികൾ വീട്ടിലെത്താൻ വഴിയില്ലാതെ പെരുവഴിയിലായി. പോലീസുകാർ സൈക്കിളിൽ പെട്രോളിംഗ് നടത്തുന്നത് കേരളം ആദ്യമായി കണ്ടു. ആദ്യത്തെ മാസം പിന്നിടുമ്പോൾ പ്രതിസന്ധി നമ്മുടെ വയറിനെ ബാധിച്ചു തുടങ്ങി. ചരക്ക് ലോറികൾ അതിർത്തികളിൽ കുടുങ്ങിയതോടെ കേരളത്തിലേക്കുള്ള ഭക്ഷണ വിതരണം പൂർണ്ണമായും നിലച്ചു. പച്ചക്കറിക്കും പലചരക്കിനും സ്വർണത്തേക്കാൾ വിലയായി. പാലും മുട്ടയും കിട്ടാക്കനിയായി മാറി. കടലിൽ പോകാൻ ഡീസൽ ഇല്ലാത്തതിനാൽ മത്സ്യബന്ധന ബോട്ടുകൾ പുഴകളിൽ കെട്ടിയിട്ടു. മീൻ വിപണി തകർന്നു. സിമന്റും മണലും വരാത്തതുകൊണ്ട് ലക്ഷക്കണക്കിന് നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ സ്തംഭിച്ചു. വണ്ടികളില്ലാത്തതിനാൽ ഓൺലൈൻ ഡെലിവറി കമ്പനികൾ പൂട്ടിയതോടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജോലി പോയി. ലാഭം കൊയ്യാൻ ചിലർ നടത്തുന്ന പൂർത്തിവെപ്പ് തടയാൻ റേഷൻ കടകളിൽ പോലീസ് കാവലേർപ്പെടുത്തി. സാധനവില താങ്ങാൻ കഴിയാതെ ഹോട്ടലുകൾ ഒന്നൊന്നായി പൂട്ടി. പട്ടിണി മാറ്റാൻ മലയാളി സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യാൻ നിർബന്ധിതനായി. പണത്തിന് വിലയില്ലാതെ വന്നതോടെ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന പഴയ ബാർട്ടർ സിസ്റ്റം ഗ്രാമങ്ങളിൽ തിരിച്ചെത്തി. 6 മാസം പിന്നിടുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിഞ്ഞു. ഇന്ധന നികുതി ഇല്ലാത്തതിനാൽ സർക്കാരിന് വരുമാനമില്ലാതായി. ശമ്പളവും പെൻഷനും മുടങ്ങി. ഡ്രൈവർമാർക്കും മെക്കാനിക്കുകൾക്കും ജോലി പോയതോടെ ആ കുടുംബങ്ങൾ വഴിയാധാരമായി. വണ്ടികൾ ഓടാത്തതിനാൽ ഇൻഷുറൻസ് കമ്പനികൾ വൻ നഷ്ടത്തിലായി. സഞ്ചാരികൾ വരാത്തതിനാൽ ടൂറിസം മേഖല അനാഥമായി. വലിയ ഷോപ്പിംഗ് മാളുകൾ പൂട്ടേണ്ടി വന്നു. വരുമാനമില്ലാത്തതിനാൽ വാഹന ലോണുകൾ മുടങ്ങി. ചിലവ് താങ്ങാൻ വയ്യാതെ ആളുകൾ നഗരങ്ങൾ വിട്ട് ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. പക്ഷേ ഈ തകർച്ചയ്ക്കിടയിലും പ്രകൃതി ശ്വസിക്കുന്നുണ്ടായിരുന്നു. വായു മലിനീകരണം 90% കുറഞ്ഞു. പുകയില്ലാത്ത, ശബ്ദമില്ലാത്ത നഗരങ്ങൾ പിറന്നു. എല്ലാവരും നടക്കാൻ തുടങ്ങിയതോടെ മലയാളിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഹോസ്പിറ്റലുകളിലെ തിരക്ക് പതുക്കെ കുറഞ്ഞു തുടങ്ങി. 10ാം മാസം കേരളം അതിന്റെ പഴയ പച്ചപ്പിലേക്ക് മടങ്ങി. അന്തരീക്ഷം തെളിഞ്ഞതോടെ കൊച്ചിയിൽ നിന്ന് നോക്കിയാൽ ദൂരെയുള്ള മലനിരകൾ വ്യക്തമായി കാണാൻ കഴിയുന്നു. പുഴകളിലെ വെള്ളം സ്ഫടികം പോലെ ശുദ്ധമായി. റോഡുകളിൽ വാഹനങ്ങളില്ലാത്തതിനാൽ അപകടങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി. മനുഷ്യന്റെ ശല്യമില്ലാത്തതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ റോഡുകളിൽ സ്വൈര്യമായി വിഹരിച്ചു. സൈക്കിൾ പാതകൾ നഗരങ്ങളുടെ പ്രധാന ഭാഗമായി. വൈദ്യുതിക്കായി എല്ലാവരും സോളാർ ഊർജത്തെ ആശ്രയിച്ചു. ഭാരം കയറ്റാൻ കാളവണ്ടികൾ പരിഷ്കരിച്ചു തിരിച്ചെത്തി. കേരളത്തിന്റെ പഴയ വഞ്ചികളും തോണികളും കാളവണ്ടികളും കുതിരവണ്ടികളും പ്രധാന യാത്രാമാർഗമായി മാറി. അനാവശ്യ പാക്കേജിംഗ് കുറഞ്ഞതോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറഞ്ഞു. യാത്രകൾ കുറഞ്ഞതുകൊണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമായി. നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുത്തു. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയായി. നാം ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രിക് വാഹന സംസ്ഥാനമായി മാറി. പഴയ പെട്രോൾ പമ്പുകൾ ചാർജിംഗ് സ്റ്റേഷനുകളായി രൂപം മാറി. പച്ചക്കറി ഉൽപാദനത്തിൽ നാം സ്വയം പര്യാപ്തത നേടി. മുറ്റത്ത് കിടക്കുന്ന പഴയ കാറുകൾ വെറും അലങ്കാര വസ്തുക്കളായി മാറി. ബഹളങ്ങളില്ലാത്ത നിശബ്ദ സംസ്കാരം ജനിച്ചു. സോഷ്യൽ മീഡിയയ്ക്ക് പകരം നേരിട്ടുള്ള കൂട്ടായ്മകൾ സജീവമായി. അനാവശ്യ ചിലവുകളില്ലാതായതോടെ ആളുകളുടെ സമ്പാദ്യം കൂടി. വേഗത കുറഞ്ഞ സമാധാനപരമായ ജീവിതം മലയാളി ശീലിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ വില നാം തിരിച്ചറിഞ്ഞു. ഇന്ധനം തിരിച്ചെത്തിയാലും പഴയ വിനാശകരമായ വഴികളിലേക്ക് മലയാളി ഇനി പോകില്ല. ഒരു പുതിയ കേരളത്തിന്റെ ഉദയം ഇവിടെ സംഭവിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നായി മാറുന്ന പുതിയ യുഗം.
പെട്രോളും ഡീസലും ഇല്ലാത്ത ഒരു വർഷം നമ്മളെ പഠിപ്പിച്ചതെന്താണ്? സൗകര്യങ്ങൾ കുറയുമ്പോഴും ജീവിതത്തിന്റെ വേഗത കുറയുമ്പോഴും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നും പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്നതാണ് യഥാർത്ഥ സന്തോഷമെന്നും നാം തിരിച്ചറിഞ്ഞു. ഈ 365 ദിവസങ്ങൾ വെറുമൊരു പ്രതിസന്ധിയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു. നാളെ ഇന്ധനം നമ്മുടെ പമ്പുകളിലേക്ക് തിരിച്ചെത്തിയാലും ഈ ഒരു വർഷം നാം ശ്വസിച്ച ശുദ്ധവായുവും നമ്മൾ കണ്ടെത്തിയ ആ നിശബ്ദതയും മലയാളി മറക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിലും ശക്തമാണ് പ്രകൃതി. ആ പ്രകൃതിയെ കരുതലോടെ ചേർത്തുപിടിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ധനമില്ലാത്ത ഈ ഒരു വർഷം കേരളത്തിന് നൽകുന്നത് ഒരു ശാപമാണോ അതോ വേഷം മാറി വന്ന അനുഗ്രഹമാണോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. മനുഷ്യനും പ്രകൃതിയും ഒന്നുചേരുന്ന മറ്റൊരു വിസ്മയ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.